ഹലോ, അപ്പോൾ ഇന്നൊരു തറവാട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് തറവാട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു വഴി കൂടെ ഒക്കെ പോകുമ്പോൾ എന്തൊരു പ്രത്യേക ഫീലായിരുന്നു. കാരണം ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത് തറവാട്ടിലായിരുന്നു, ഞാനും ചേച്ചി അച്ഛനും അമ്മയും എല്ലാവരും. പിന്നെ ഞങ്ങൾ വീട് മാറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കാണുന്നത് എന്താണെന്ന് അറിയില്ല, ഞാനും ചേച്ചി അതുപോലെ തന്നെ ഞങ്ങളെ കസിനും ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോ ദിവസവും തൊടേണ്ട പൊട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു മോഡലിങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കാരണം ഇപ്പോൾ ആ വീട്ടിൽ അപ്പച്ചൻ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം അങ്ങനെ കേടായിട്ടൊന്നുമില്ല. പിന്നെ ഇത് പണ്ടത്തെ ലാൻഡ് ഫോണാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു നൊസ്റ്റാൾജിയയിൽ ഞാൻ ഞെക്കി നോക്കുകയാണ് കേട്ടോ. ഇതിൽ നൊസ്റ്റാൾജിയ ഒരു കാര്യമാണ്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ പോയി നോക്കിയപ്പോഴാണ് റേഡിയോ ഗൈസ്. ഇപ്പോഴും റേഡിയോകൾ എത്ര വരുന്നു, ഞങ്ങൾ കുറച്ച് നമുക്ക് കേൾക്കാം. കേട്ടില്ലേ? അപ്പോൾ ഇത് അവിടെ അപ്പച്ചൻ തൊട്ടടുത്തായിട്ട് അച്ഛൻ്റെ സിസ്റ്റർ താമസിക്കുന്നത്, എൻ്റെ അമ്മായി താമസിക്കുന്നു. സോ ആ വീട്ടിലെ പൂച്ചക്കുട്ടിയാണിത്. ഇതിടയ്ക്ക് അപ്പച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി, ഞങ്ങൾ എന്നാൽ കുറച്ച് നടന്നങ്ങ് പോന്നു, ബസ് വെയിറ്റ് ചെയ്ത് നിന്നില്ല. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നീട് ഞങ്ങൾ താമരശ്ശേരിക്ക് പോയി, ഞാനും അമ്മയും. അപ്പം താമരശ്ശേരി ചുരം ഇറങ്ങി ഞങ്ങൾ കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ സാധനങ്ങൾ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. എത്ര അടിപൊളി സാധനങ്ങളാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ താമരശ്ശേരിക്കൊക്കെ വരുന്നത്. ഞാൻ വീഡിയോ കോളേജ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സെംബ്രേക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരു പ്രത്യേക ഫീല്. അത് ഈ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പഴയ സ്റ്റാൻഡ് താമരശ്ശേരി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാൻ നേരത്ത് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.